മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ്. കുറേ നാളായി നമ്മൾ ഈ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് വന്നിട്ടല്ലേ. അപ്പോൾ എന്തായാലും ഇനി കറക്റ്റായിട്ട് പോകണമെന്ന ഉദ്ദേശത്തിലാണ്, കാരണം തിരക്കുകൾ കാരണമാണ് ഇതുവരെ വരാതിരുന്നത്. അപ്പോൾ നമ്മളുടെ മാർക്കറ്റ് നമ്മളെല്ലാം കണ്ടിരുന്ന ആ ഒരു സമയത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഏതൊക്കെയോ ലെവലുകളിലേക്കൊക്കെ പോയി അല്ലേ. നേരത്തെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ശരിക്കും നമ്മൾ ഒരു 2 മാസത്തോളമായി നമ്മൾ കണ്ടിട്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് മാർക്കറ്റ് നിന്ന ആ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എവിടേക്കോ പോയിരിക്കുന്നു. നോക്കൂ, നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് എവർ ടൈം ഹൈ എന്നൊരു സംഭവം എല്ലാവരുടെയും മനസ്സിലുണ്ട് അല്ലേ. അതായത് ശരിക്കും ഇതൊരു സൈക്കോളജിക്കലായിട്ടുള്ള ലെവൽ മാത്രമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നതാണ് കാണുവാൻ സാധിച്ചത്. അതായത് മാർക്കറ്റ് മുകളിലേക്ക് വന്ന് ഒരു അതുവരെ ക്രിയേറ്റ് ചെയ്യാത്ത പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റിൽ ശക്തമായ റിജക്ഷൻ ഉണ്ടാവും എന്നാണ് പലരും കരുതുന്നത്. പക്ഷെ സംഭവിച്ചത് അതല്ലായിരുന്നു. എന്തായിരുന്നു? നേരെ മാർക്കറ്റ് ജസ്റ്റ് ചെറിയ രീതിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിന് ശേഷം അതിനേക്കാൾ ശക്തമായ രീതിയിൽ മുകളിലേക്ക് കുതിച്ച് എവിടേക്കോ പോയി നിൽക്കുന്നു. 23,700 മുകളിൽ അല്ലെങ്കിൽ 24,000 പോകുന്നു എന്നതായിരുന്നു സത്യം. ഈ 24,000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളെ മുന്നേ നമ്മൾ വിചാരിച്ചത് എന്തായിരുന്നു? പല അനലിസ്റ്റുകളും പറഞ്ഞിരുന്നത് 24,000, 25,000 എന്നീ നിഫ്റ്റിയുടെ ഈ റേഞ്ച് ഒക്കെ എന്ന് പോകുമെന്നാണ്. ചിലപ്പോൾ 1, 2, 3 വർഷത്തിന് ശേഷം എത്തിയേക്കാം എന്ന രീതി സംസാരിച്ചിരുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു. നിസ്സാരമായ സമയം കൊണ്ട് മാർക്കറ്റ് ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഇനി ഏതാനും കുറച്ച് യാത്രകൾ കൂടി നടത്തി കഴിഞ്ഞാൽ 24,000 എത്തിക്കഴിഞ്ഞു നിഫ്റ്റി. അതിഗംഭീരമായിട്ട് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്ത ആളുകൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്ത് ഇവിടെ വന്ന് നിഫ്റ്റി റെസ്റ്റ് ചെയ്തിരിക്കുന്നു ഇന്ന് വൈകുന്നേരം. ഇനി നമുക്കൊരു പ്രൈസിന്റെ യാത്രയെ കുറിച്ച് നോക്കാം. അപ്പോൾ പ്രൈസ് ആക്ഷനെ കുറിച്ച് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മാർക്കറ്റിൽ പ്രൈസ് ആക്ഷൻ ആണ് വർക്ക് ആവുന്നത് എന്ന് നമ്മൾ നേരത്തെ പലതവണ നമ്മൾ ചാർട്ട് വരച്ചും നിങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അല്ലേ. അതേ രീതിയിലല്ലേ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പ്രൈസ് എന്താണോ അതാണ് മാർക്കറ്റ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. അല്ലാതെ ഇൻഡിക്കേറ്റേഴ്സ് എന്ത് പറയുന്നു എന്നതല്ല ശരിക്കും കാര്യം. ശരിക്കും പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നു അത് തന്നെയാണ് മാർക്കറ്റ്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനി മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ നോക്കാം. അതായത് മാർക്കറ്റ് ഓൾറെഡി നമ്മളുടെ ഈ ഒരു ചാനലിനെ റെസ്പെക്ട് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ ഈ ഒരു വലിയ ചാനലൊന്നും നമുക്ക് കെയർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സംഭവിച്ചതാണ്. അവിടെ നമ്മളുടെ ടെക്നിക്കലി ഒരു കാര്യങ്ങളും വർക്ക് ആവത്തില്ല. നോക്കൂ, മാർക്കറ്റ് ശരിക്കും നമ്മളുടെ ആ ഒരു ചാനലിനെ റെസ്പെക്ട് ചെയ്ത് ശരിയായ രീതിയിൽ മുകളിലേക്ക് പോയി. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്ത് ഈ ചാനലിനെ ബ്രേക്ക് ചെയ്തിരുന്നു. നോക്കൂ, അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ബ്രേക്ക് ചെയ്ത ശേഷം തുടർച്ചയായിട്ട് റെഡ് ക്യാൻഡിൽ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. തുടർച്ചയായിട്ട് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിരുന്നു എങ്കിൽ തന്നെയും ഒരു ബുള്ളിഷ് മൊമെന്റത്തിൽ തന്നെയാണ് മാർക്കറ്റ് നിന്നത്. കാരണം റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നുവെങ്കിലും തുടർച്ചയായിട്ട് മുകളിലേക്ക് പോയി ക്ലോസ് ചെയ്യുന്ന ഒരു രീതിയാണ് അവിടെ കാണാൻ സാധിച്ചത്. കാരണം ഒരു പക്ഷേ ഇവിടുന്ന് ശക്തമായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരണമെങ്കിൽ തീർച്ചയായിട്ടും വരണമായിരുന്നു നേരത്തെ അല്ലേ. പക്ഷെ അതാണോ സംഭവിച്ചത്? അല്ല. ശരിക്കും ഇതെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ നിങ്ങൾ പറയുന്നതായിരിക്കും ഏറെക്കുറെ ശരി. അതിന്റെ ഒരു സത്യം തന്നെയാണ് ഇന്ന് അല്ലെങ്കിൽ ഇന്നലെയും നമ്മൾ ഇവിടെ കാണുവാൻ സാധിച്ചത്. നല്ല രീതിയിൽ ഇന്നലത്തെ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. അതിനുശേഷം ഇന്ന് ആ ബുള്ളിഷ് ക്യാൻഡിലിനെ കുറച്ചുകൂടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാൻഡിൽ ഇന്ന് വന്നു. ഒരു പുതിയ എവർ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് അതിന് മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു നിഫ്റ്റി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നിഫ്റ്റിയുടെ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് നിഫ്റ്റിയെ വെച്ച് നമുക്ക് ചെറിയൊരു ഷോർട്ട് ടൈം പീരീഡ് വെച്ച് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇനി എവർ ടൈം ഹൈ എത്തിയ മാർക്കറ്റിൽ ഇനി പ്രത്യേകിച്ച് ഒരു ഹൈ നമുക്ക് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. എങ്കിലും നോക്കൂ, ഈ ഒരു റേഞ്ച് വെച്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നത് നോക്കൂ, ഈ ഒരു റേഞ്ച്, അതായത് ഇതുവരെ വരച്ച ഭാഗം ഓൾറെഡി ബ്രേക്ക് ചെയ്തു അല്ലേ. ഇനി അത് ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് ഇപ്പോൾ ചെറിയ രീതിയിൽ ആദ്യം മൂവ് ചെയ്തു. അതിനുശേഷം ശക്തമായ രീതിയിൽ അവസാന 2 ദിവസം ക്യാൻഡിൽ ഫോം ചെയ്ത് മുകളിലേക്ക് പോയി. ഇനി തീർച്ചയായിട്ടും നമുക്കറിയാം ഇനി മാർക്കറ്റിന്റെ ഒരു റെസിസ്റ്റൻസ് എന്നത് ഈ ഒരു ലെവലിലേക്കൊക്കെ വന്ന് നിൽക്കാനുള്ള വളരെ സാധ്യത കൂടാണ്. അതായത് 22,800, 850 ലെവല് ഒരു തത്വത്തിൽ പറയാമെങ്കിലും ശരിക്കും 24,000 തന്നെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശരി. കാരണം OA ബിൽഡപ്പ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു റേഞ്ച് നിങ്ങൾക്ക് നോക്കാം. ഇനി മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ കറക്ഷൻ ഉണ്ടായാൽ തന്നെ അത് എവിടെ വരാം? മിഡിലിൽ കാണുന്ന ഈ ഒരു ചാനലിന്റെ ഈ ഒരു ഭാഗം, അതുപോലെ തന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വരച്ച ഷോർട്ട് ടൈം ട്രെൻഡിന്റെ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ട് ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ചാനലിന്റെ ഈ ഒരു ഭാഗം, ഇനി അതിന് താഴേക്ക് വന്നാലോ നമ്മളുടെ പ്രധാനപ്പെട്ട ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ ഈ ഒരു റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ടായിട്ട് വന്ന് നിൽക്കാം. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 23,300 എന്ന ഈ ഒരു റേഞ്ച് ഒക്കെയാണ് ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് വന്ന് നിൽക്കാനുള്ള സാധ്യത കൂടുതൽ.
അപ്പോൾ ഇത് പറഞ്ഞ സമയത്താണ് ഞാനൊരു കാര്യം ഇപ്പോൾ ആലോചിച്ചത്. അതായത് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലും മറ്റും ട്രേഡ് ചെയ്തവർക്ക് ശരിക്കും ഒരുപാട് ബമ്പർ കൊണ്ട് കൊടുത്ത അവസരങ്ങളായിരുന്നു. ഒരു ഈവനിങ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2:45 3 o'clock ആ ഒരു ടൈമിലൊക്കെ നല്ല രീതിയിൽ പ്രീമിയം ഒക്കെ ഔട്ട് ഓഫ് ദ മണിയിൽ, അതായത് ഏറെക്കുറെ അടുത്തുള്ള പ്രീമിയം ഒന്നും വലിയ സംഭവമായിട്ട് സ്പൈക്ക് ചെയ്യുന്നില്ല, പക്ഷെ ഔട്ട് ഓഫ് ദ മണിയിലൊക്കെ അതിഭീകരമായിട്ട് സ്പൈക്ക് ചെയ്യുന്ന കണ്ടു. അതായത് 3000 പോയിന്റ് അപ്പുറത്ത് 9 രൂപയ്ക്ക് പുറത്തേക്ക് പുട്ട് ഓപ്ഷന്റെ ഒക്കെ പ്രീമിയം സ്പൈക്ക് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിച്ചു. ഇത് തന്നെയായിരുന്നു നിഫ്റ്റിയിൽ സംഭവിച്ചത്. നിഫ്റ്റിയുടെ ഔട്ട് ഓഫ് ദ മണിയിലൊക്കെ നമ്മൾ ഹെഡ്ജ് ചെയ്യാൻ ഉപയോഗിച്ച പൊസിഷൻ പോലും നല്ല പ്രോഫിറ്റിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ ഇന്ന് നമ്മളുടെ ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും ആ ഒരു സ്പൈക്ക് വന്ന സമയത്ത് തന്നെ അതേ ടൈമിൽ ഗ്രൂപ്പിൽ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പലരും എടുത്തു എന്ന് കരുതുന്നു. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു കണ്ടീഷൻ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് നേരെ എങ്ങോട്ട് പോകാം? ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം. അപ്പോൾ നിഫ്റ്റി ഓൾറെഡി ഒരു എവർടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ബുള്ളിഷ് മൗണ്ടത്തിൽ നിൽക്കുന്നു. ഇനി മാർക്കറ്റ് ശരിക്കും പറയുകയാണെങ്കിൽ മുകളിലേക്ക് 24,000 എന്നങ്ങ് കൂട്ടുന്നതായിരിക്കും ഏറെക്കുറെ ശരി. എങ്കിലും നിങ്ങൾ ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ഈ ഒരു ചാനലിന്റെ റെസിസ്റ്റൻസ് എന്ന ഈ ഒരു ഭാഗം കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് പോയാലോ? ബാങ്ക് നിഫ്റ്റിയും ഇതേ റേഞ്ച് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ഞാൻ എടുത്തത് ഒരു ലോങ് രീതിയിലാണ് ഞാനിവിടെ ചാനൽ വരച്ചേക്കുന്നത്. നോക്കൂ, ബാങ്ക് നിഫ്റ്റി നമ്മളുടെ ആ ഒരു ചാനലിനെ റെസ്പെക്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെ മുകളിലോട്ട് പോയ ശേഷം കുറേ നാളിന് ശേഷം അതിശക്തമായ ഒരു ക്യാൻഡിലാണ് ഈ ഒരു ചാനലിനെ ബ്രേക്ക് ചെയ്യാൻ ഇവിടെ വന്നിരിക്കുന്നത്. നോക്കിയേ, നമ്മളുടെ ഈ ഒരു ചാനലിനെ ബ്രേക്ക് ചെയ്തത് ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ നോക്കണ്ട, ഇത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അത് നോക്കണ്ട. അപ്പോൾ ഈ ഒരു ചാനലിനെ ബ്രേക്ക് ചെയ്ത് അതിശക്തമായി ബ്രേക്ക് ചെയ്തു. അതിനുശേഷമോ എന്നാണ് ബ്രേക്ക് ചെയ്തത്? 1, 2, 3, 4 5ാമത്തെ, അതായത് ഇന്നേക്ക് 5 ദിവസങ്ങൾക്ക് മുന്നേ 4 ദിവസത്തിന് മുന്നേ ഉള്ള കഥയാണ് പറയുന്നത്. അതിനുശേഷം ശക്തമായി ബ്രേക്ക് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് നോക്കൂ, ഇന്നെന്താണ് സംഭവിച്ചത്? നല്ലൊരു ബുള്ളിഷ് മൊമെന്റമുള്ള ക്യാൻഡിൽ മുകളിലേക്ക് പോയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. ശരിയാണ്, മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ മുകളിലേക്ക് കയറി അങ്ങ് പോവുകയല്ല. ഒരു പക്ഷേ നാളെ മുകളിലേക്ക് പോയാൽ തന്നെയും താഴേക്ക് ചെറിയ രീതിയിൽ ഒരു റീട്രേസ് എടുത്ത് വന്ന് മുകളിലേക്ക് പോകുന്ന ഒരു മാർക്കറ്റിനെയാണ് സ്വാഭാവികമായിട്ടും പൊതുവെ നമ്മൾ കാണാറുള്ളത്. കാരണം ഇങ്ങനെ വരുന്ന ഒരു മാർക്കറ്റാണ് ശരിക്കും നല്ല സ്ട്രെങ്ത് ഉള്ള മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് കുതിച്ച് മുകളിലേക്ക് അങ്ങ് പോകുകയാണ് എങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ബലമില്ലാത്ത ആ ഒരു പോക്കാണ്. തീർച്ചയായിട്ടും ഇവിടുന്നൊക്കെ ഉള്ള ഒരു കറക്ഷൻ എന്നത് ശക്തമായി പോകും. അപ്പോൾ എപ്പോഴും മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടെ വന്ന് ആ ഒരു റീട്രേസ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കൂ, ഇത്രയും ഭാഗത്ത് വന്ന് റീട്രേസ് എടുക്കാൻ നിർബന്ധമൊന്നുമില്ല. ഇതേ റേഞ്ചിൽ വന്ന് റീട്രേസ് എടുത്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നോക്കുക. തീർച്ചയായിട്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ചെറിയ റീട്രേസ് ഒക്കെ എടുത്തു പോകുന്ന മാർക്കറ്റിനാണ് ആ ഒരു പവർ ഉള്ളത് എന്ന് എപ്പോഴും നിങ്ങൾ മനസ്സിൽ കരുതുക. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ബുള്ളിഷ് ആണ്, നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് നേരെ ഫിൻ നിഫ്റ്റിയുടെ കേസിലേക്ക് പോയാലും നോക്കൂ, ഫിൻ നിഫ്റ്റിയുടെ കേസിലേക്ക് പോയാലും എല്ലാം ഒരു ബുള്ളിഷ് സ്ട്രെങ്ത് എടുത്ത് നിൽക്കുകയാണ്. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നിഫ്റ്റി സ്മോൾ ക്യാപിന്റെ കേസ് പറഞ്ഞാലും അവിടെ വലിയ സെല്ലിംഗ് പ്രഷറോ കാര്യങ്ങളോ ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല. അവിടെയും ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ നമുക്കിനി മിഡ് ക്യാപിന്റെ കേസ് എടുത്ത് പറഞ്ഞാലും അവിടെയും വലിയ സെല്ലിംഗ് പ്രഷർ ഒന്നും കാണുവാനും സാധിക്കുന്നില്ല. മൊത്തത്തിൽ ഒരു പോസിറ്റീവായി നമ്മുടെ മാർക്കറ്റിൽ നിൽക്കുന്നു എന്നതാണ് സത്യം. ഇനി ഞാൻ കുറച്ച് മറ്റു കാര്യങ്ങൾ കൂടി ഒന്ന് ഓടിച്ചിട്ട് പോവുകയാണ്. അതായത് USD/INR കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, USD/INR കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസ് ശക്തി പ്രാപിച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ മാർക്കറ്റിൽ നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നേരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടി ഇവിടെ നിന്ന് നടന്നിട്ടുണ്ട്. എന്താണത്? ഇന്ത്യ വിക്സ് ഇപ്പോൾ 13.31 എന്ന അവസ്ഥയിലാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ മറക്കാതിരിക്കുക. ഇന്ത്യ വിക്സ് ഇന്ന് സ്പൈക്ക് ചെയ്തത് ഒരു പക്ഷേ മാർക്കറ്റ് ശക്തമായി മുകളിലേക്ക് ഒരു നീക്കം നീങ്ങിയില്ലേ? അപ്പോൾ അതിന്റെ ഫലമായിട്ടുള്ള ഒരു സ്പൈക്കായിട്ട് കണക്കാക്കിയാൽ മതിയെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാരണം വിക്സ് ഒക്കെ ഇങ്ങനെ സ്പൈക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റിന്റെ ആ ഒരു മൂവ്മെന്റ് കൂടുതലായിരിക്കും എന്നത് കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് സമയം അധികം കളയണ്ട, നേരെ നമുക്ക് OI ബിൽഡപ്പിലേക്ക് വരാം. OI ബിൽഡപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, OI ബിൽഡപ്പിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? നമുക്ക് ഓവറോൾ ഉള്ള OI ബിൽഡപ്പ് എടുക്കാം. 23,700 മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ശരിക്കും കാണുവാൻ സാധിക്കും, ഇവിടെ ആകെ കാൾ സെല്ലേഴ്സ് ഉള്ള എവിടെയാണ്? 24,000 മാത്രമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ പുട്ട് സെല്ലേഴ്സോ അത് 23,600 മുതൽ 600, 500, 400 ഈ റേഞ്ചിലെല്ലാം നല്ല പുട്ട് സെല്ലേഴ്സും വന്നിരിക്കുന്നു. മാർക്കറ്റ് ഒരു ബുള്ളിഷ് സ്ട്രെങ്ത് ഉള്ളതാണെന്ന് PCR നോക്കുമ്പോൾ അറിയാൻ പറ്റും. 1.33 നോക്കൂ. അതുപോലെ തന്നെ നിങ്ങൾ അതായത് അഡ്ഡമണി വെച്ച് നോക്കിയാൽ തന്നെയും 0.91 എങ്ങനെ വന്നാലും മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് സ്ട്രെങ്ത് ഉണ്ടെന്ന് കാണാൻ സാധിക്കുന്നു. ഇനി നമുക്ക് ആ ഒരു അൺവൈൻഡിങ് രീതിയെക്കുറിച്ച് നോക്കിയാൽ തന്നെയും നോക്കൂ,
ഇവിടെ നല്ല രീതിയിലുള്ള പുട്ട് സെല്ലേഴ്സ് വരുമ്പോൾ കാൾ സെല്ലേഴ്സ് ഒക്കെ അൺവൈൻഡിങ് ആവുന്നത് 24,000 നിന്ന് വരെ കാൾ സെല്ലേഴ്സ് അൺവൈൻഡിങ് ആവുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ മാർക്കറ്റ് ഒരു ബുള്ളിഷ് സ്ട്രെങ്ത് ഉണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ്. ഇനി നമുക്ക് FISന്റെ ഒരു ഡീറ്റെയിലേക്ക് വരാം. FISന്റെ ഡീറ്റെയിലേക്ക് ആദ്യം നമുക്ക് നേരെ ക്യാഷ് മാർക്കറ്റിലേക്ക് തന്നെ വരാം. ക്യാഷ് മാർക്കറ്റിലേക്ക് തുടർച്ചയായിട്ട് ബൈങ്ങിലായിരുന്നു ഇവിടെ FIS. അടുത്ത ഒരു 2 ദിവസം ചെറിയ ഒരു സെല്ലിങ് വന്നു. പക്ഷെ ഇന്ന് നോക്കൂ 1176 കോടിക്ക് അവർ വീണ്ടും ബൈങ്ങിലേക്ക് തിരിച്ചു വന്നു. അതുപോലെ തന്നെ DISന്റെ പാർട്ടിസിപ്പേഷൻ ഇവിടെ ആദ്യം ഇല്ലായിരുന്നു ഇന്ന്. അപ്പോൾ FISും ഒരു പോസിറ്റീവ് രീതിയിലേക്ക് വരുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. പലപ്പോഴും നമ്മൾ കാണുന്നതാണ് മാർക്കറ്റിൽ താഴേക്ക് വരുന്ന സമയത്ത് FIS ഒക്കെ പണ്ട് ബൈ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ എവർ ടൈം ഹൈയിൽ നിൽക്കുന്ന സമയത്താണ് FIS ബൈ ചെയ്യുന്നത് എന്നതാണ് അതിരസകരം. കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്ന അവിടുന്ന് ഒരു നല്ല സെല്ലിംഗ് പ്രഷർ വരുമെന്നാണ്. പക്ഷെ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് ഒരു എവർ ടൈം ഹൈയിൽ നിന്നുള്ള ബൈയിങ് ആണ് FISന്റെ ഇവിടെ കാണുവാനും സാധിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഡെക്സ് ഓപ്ഷനിൽ എങ്ങനെയാണ് FIS കൈകാര്യം ചെയ്തേക്കുന്നത് നോക്കാം. ഇവിടെ അവർ കാൾ ഓപ്ഷൻ ബൈ ചെയ്തേക്കുന്നത് ഒരു 5 ലക്ഷത്തിന് മുകളിൽ കാൾ ഓപ്ഷൻ ബൈ ചെയ്യുകയും അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ അവർ എന്ത് ചെയ്തിരിക്കുന്നു, ബൈ ചെയ്തേക്കുന്നതും 5 ലക്ഷത്തിന് മുകളിലാണ്. ഒരു ന്യൂട്രൽ റേഞ്ച് ആയിട്ട് ഇവിടെ അത് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ നേരെ പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നാലോ? പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ബുള്ളിഷിലേക്ക് അവർ വന്നിട്ടുണ്ട്. നോക്കൂ, കാൾ അവർ ബൈ ചെയ്തേക്കുന്നത് 1.28 ലാഖിനാണെങ്കിൽ പുട്ട് സെല്ല് ചെയ്തേക്കുന്നത് എന്താണ്? അതും ബുള്ളിഷാണ്. ഒരു 5 ലാഖിനടുത്ത് പുട്ട് സെല്ല് ചെയ്തേക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഓവറോൾ ഒരു നല്ലൊരു ബുള്ളിഷാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ക്ലയന്റിന്റെ കേസിലേക്ക് വന്നാലോ? ക്ലയന്റ് ഒരു ബെയറിഷ് രീതി ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ക്ലയന്റ് എന്താണോ ചെയ്യുന്നത് അതിന് വിപരീതമായിട്ടായിരിക്കും ഏറെക്കുറെ മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നത്. കാരണം വലിയ വലിയ ടീമുകൾ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അവർക്കൊപ്പമായിരിക്കും ഏറെക്കുറെ മാർക്കറ്റ് പോകുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിലും മാർക്കറ്റ് ഒരു ബുള്ളിഷ് കാണിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് നേരെ ഇനി ഫ്യൂച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും അത് തന്നെയാണ്. നോക്കൂ, നേരത്തെയൊക്കെ നല്ല രീതിയിൽ സെല്ലിങ്ങിലേക്ക് വന്നിരുന്ന FIS ഒക്കെ ഇപ്പോൾ മുകളിലേക്ക് ചെറിയ ചെറിയ രീതിയിലേക്ക് കൂട്ടി അവരുടെ ഫ്യൂച്ചറും അവർ ലോങ്ങിലേക്ക് കൊണ്ടുവന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് രീതി മാർക്കറ്റിൽ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു റീട്രേസ് എന്ന കാര്യം നിങ്ങൾ എപ്പോഴും മറക്കാതിരിക്കുക. അതായത് നിഫ്റ്റിയുടെ കേസിലേക്കാണ് എങ്കിൽ തന്നെയും, നിഫ്റ്റിയുടെ കേസാണെങ്കിൽ നോക്കൂ, നിഫ്റ്റി എന്തായാലും മുകളിലേക്ക് പോയി ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കാനുള്ള ഒരു മാർഗങ്ങൾ ഇവിടെ നിഫ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ അതിനുശേഷം ചിലപ്പം മാർക്കറ്റ് ഒന്ന് റീട്രേസ് എത്താൽ ഈ ഒരു റേഞ്ചിലൊക്കെ വന്ന് റീട്രേസ് എടുത്ത് പോവുകയാണോ? ഇനി അതല്ല, ഇവിടെ നിന്ന് മുകളിലേക്ക്, അത് നിഫ്റ്റി ഇപ്പോൾ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് അതല്ല ഇവിടെ വന്ന് റീട്രേസ് എടുക്കുകയാണോ എന്നാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. എങ്ങനെ വന്നാലും മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് സ്ട്രെങ്ത് ഉണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങളുടെ സമയം ഞാൻ ആദ്യം അപഹരിച്ചെടുക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ. തീർച്ചയായിട്ടും പെട്ടെന്ന് കയറി ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ഷോർട്ട് ചെയ്യാതിരിക്കുക. അതായത് കോളൊക്കെ അഗ്രസീവായിട്ട് സെല്ല് ചെയ്ത് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മളുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. അതുപോലെ തന്നെ ഒന്ന് പറഞ്ഞു പോവുകയാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഞങ്ങളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്കൊരു സപ്പോർട്ട് എന്ന രീതിയിൽ പ്രീമിയം ഗ്രൂപ്പ് നൽകുന്നുണ്ട്. വളരെ തുച്ഛമായ ഒരു എമൗണ്ട് മാത്രമാണ് ഈടാക്കുന്നത്. നിങ്ങൾക്ക് ഓപ്ഷനെ കുറിച്ച് തുടക്കം മുതൽ പ്രോ ലെവൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ല കോഴ്സാണ് എന്നതിൽ യാതൊരു സംശയമില്ല. താല്പര്യമുള്ളവർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ ഇത് എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.